നമസ്കാരം. വേണു പരമേശ്വറാണ്. മേയർ ഡ്രൈവർ തർക്കം നിർണായകമായ വഴിത്തിരിവിലേക്ക്. മലയാളി സമൂഹം ഒന്നടങ്കം കാത്തിരുന്ന ബസ് കണ്ടക്ടറുടെ വെളിപ്പെടുത്തൽ ആദ്യമായി VP ടാക്സിലൂടെ. തർക്കത്തിനും കേസിനും സമൂഹത്തിൽ ഒന്നടങ്കമുണ്ടായ വാദപ്രതിവാദങ്ങൾക്കും ഇടയാക്കിയ സംഭവമുണ്ടായി ഒരാഴ്ചയ്ക്ക് ശേഷം യഥാർത്ഥ സംഭവങ്ങളുടെ പ്രധാന സാക്ഷി കൂടിയായ KSRTC സൂപ്പർഫാസ്റ്റ് ബസിന്റെ കണ്ടക്ടർ സുബിൻ ആദ്യമായി വെളിപ്പെടുത്തലുമായി രംഗത്ത്. താൻ ഒളിവിലാണെന്ന് വ്യാജ പ്രചാരണം നടത്തിയ മാധ്യമങ്ങൾക്കുള്ള മറുപടിയുമായി സുബിൻ. ബസിനുള്ളിലെ മെമ്മറി കാർഡ് നഷ്ടമായ സംഭവം മുതൽ അടിക്കടി വിവാദമായ കേസിൽ താൻ നൽകിയ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നതായും സുബിൻ പറഞ്ഞു. തന്റെ മൊഴിയെന്ന പേരിൽ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നത് വ്യാജ വാർത്തകളാണെന്നും ഇപ്പോഴത്തെ വിവാദങ്ങളിൽ പങ്കുചേരാൻ ആഗ്രഹമില്ലെന്നും, എന്നാൽ തന്റെ മൊഴിയെന്ന പേരിൽ ഒരു ബന്ധവുമില്ലാത്ത വ്യാജ വാർത്തകളാണ് പ്രചരിക്കുന്നതെന്നും താൻ ആരെയും വെള്ളപൂശാനോ സൈഡ് ചേരാനോ ആഗ്രഹിക്കുന്നില്ലെന്നും, എന്നാൽ കേരളീയ സമൂഹത്തോട് ഇനിയും സത്യാവസ്ഥ പറയാതിരുന്നാൽ അത് അനീതിയാകും എന്നതിനാലാണ് ഇപ്പോൾ ആദ്യമായി രംഗത്ത് വരുന്നതെന്നും സുബിൻ പറഞ്ഞു. എനിക്ക് 2-3 കാര്യങ്ങളാണ് ജനങ്ങളോട് ഷെയർ ചെയ്യാറുള്ളത്. അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നത്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത, മാധ്യമങ്ങളിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ മൊഴിയായിട്ട് വന്നിരിക്കുന്ന വാർത്ത ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അത് ഞാൻ പറഞ്ഞ മൊഴിയല്ല മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. എൻ്റെ മൊഴി വ്യക്തമായിട്ട് എഴുതി കൊടുത്തിട്ടുള്ളതാണ്. അന്ന് സംഭവം നടന്ന് 2 മണിക്കൂറിനുള്ളിൽ തന്നെ എൻ്റെ മൊഴി നമ്മുടെ ഓഫീസിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് ഞാൻ എഴുതി കൊടുത്തിട്ട് പോയ മൊഴിയാണ്. അത് ആ സംഭവം നടന്ന 2 മണിക്കൂറിനകത്ത് തന്നെ ആ മൊഴി ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ അതിനുശേഷം കണ്ടോൺമെന്റ് സ്റ്റേഷനിൽ മൊഴി വീണ്ടും രേഖപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട്. ആദ്യം എഴുതി കൊടുത്ത മൊഴി തന്നെ അതിൽ ഒരു സെന്റൻസ് പോലും ആഡ് ചെയ്യുകയോ ഒരു സെന്റൻസ് പോലും ലെസ് ചെയ്തോ ഞാൻ കൊടുത്തിട്ടില്ല. സെയിം മൊഴി തന്നെയാണ് എൻ്റെ സ്ഥലത്തും കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ഈ മാധ്യമങ്ങളിൽ വന്ന മൊഴികളൊന്നും ഞാൻ കൊടുത്തതുമായിട്ട് ബന്ധമുള്ള മൊഴിയല്ല. എൻ്റെ മൊഴിയിൽ ഞാൻ കൊടുത്തത് സത്യസന്ധമായി ഞാൻ കണ്ട കാര്യങ്ങളാണ്. അതിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ഉള്ള ഒരു മൊഴിയല്ല ഞാൻ കൊടുത്തത്. ഞാൻ കണ്ട എന്താണോ അത് കൃത്യമായി തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. ആരെയും സഹായിക്കാനും ആരെയും വെള്ളപൂശാനോ ഒന്നും വേണ്ടി കൊടുത്ത മൊഴിയല്ല. ഞാൻ എന്താണോ കണ്ടത് അത് കൃത്യമായി എഴുതി കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. അത് നമ്മുടെ ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് കോടതിയിൽ വരുമ്പം അവിടെ നിന്ന് തന്നെ കളക്ട് ചെയ്യാവുന്ന മൊഴികളാണ് ഞാൻ കൊടുത്തതായിട്ടുള്ള മൊഴി. അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എന്താണ് കൊടുത്തത് അതിൻ്റെ കോപ്പി എൻ്റെ കയ്യിൽ നിലവിലുണ്ട്. എൻ്റെ കയ്യിൽ ഞാൻ അതിൻ്റെ കോപ്പി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞ മാധ്യമങ്ങളിൽ വന്ന വാർത്ത ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് ഞാൻ പ്രതികരിക്കാമെന്ന് വിചാരിച്ചത് ഈ ഒരു വിഷയത്തിൽ. താൻ ഒളിവിലാണെന്ന് വരെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുകയാണെന്നും സംഭവ ദിവസം മുതൽ എന്നത്തെയും പോലെ കൃത്യമായും താൻ KSRTCയിൽ ഡ്യൂട്ടിക്ക് പോകാറുണ്ടെന്നും തനിക്ക് ഒളിച്ചിരിക്കേണ്ട സാഹചര്യമില്ലെന്നും സുബിൻ പറയുന്നു. രണ്ടാമത്, ഞാൻ എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തതെന്ന് എല്ലാവരും ചോദിച്ചു. നമ്മളെ സുഹൃത്തുക്കൾ എന്നെ ചോദിച്ചിട്ടുണ്ട്. 27-ാം തീയതി നടന്ന സംഭവമാണ്. ഇന്നിപ്പോൾ ഇത്രയും ദിവസമായി വിവാദങ്ങൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഇതിൽ ഞാനിതിൽ ഒളിവിൽ പോയി എന്നൊക്കെയാണ് ന്യൂസിൽ കാണുന്നത്. ഞാൻ ഇതിലൊരു പ്രതിയോ വാദിയോ ഒന്നുമല്ല, ഒരു സാക്ഷി മാത്രമാണ്. അപ്പം പിന്നെ പ്രധാനമായിട്ടും എനിക്ക് മാധ്യമ പബ്ലിസിറ്റിയിൽ താല്പര്യമില്ല. പ്രധാനമായിട്ടും മാധ്യമ പബ്ലിസിറ്റിയിൽ താല്പര്യമില്ല. പിന്നെ ഞാൻ ഒളിവിലൊന്നുമല്ല. ഞാൻ അന്നേ ദിവസം തന്നെ വീണ്ടും ഡ്യൂട്ടിക്ക് പോയി. നിങ്ങൾ തിരക്കി അറിയാതിരിക്കും. ഞാൻ കൃത്യമായി ഡ്യൂട്ടി എല്ലാ ദിവസവും പോകുന്ന ആളാണ്. ഇന്നും ഡ്യൂട്ടിക്ക് പോവുകയാണ്. അങ്ങനെ ഒളിവിലൊന്നുമല്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ഞാൻ ഈ കാര്യത്തിൽ പ്രതിയോ വാദിയോ ഒന്നുമല്ല. ഒരു സാക്ഷി എന്ന നിലയ്ക്ക് മൊഴിയാണ് രേഖപ്പെടുത്തിയത്. പിന്നെ ഞാൻ സർക്കാരിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു ജീവനക്കാരൻ എന്ന നിലയ്ക്ക് സർക്കാരിൻ്റെ ചട്ടക്കൂടുകൾക്ക് ഉള്ളിൽ നിന്ന് മാത്രമേ നമുക്ക് ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ പറ്റൂ. എന്ത് പ്രതികരിച്ചാലും നമുക്ക് പറയാനുള്ള കാര്യം കൃത്യമായിട്ട് അവിടെ എഴുതി നമ്മൾ രേഖാമൂലം അന്നേ ദിവസം ഈ 2 മണിക്കൂറിനുള്ളിൽ തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പം അതിന് ശേഷം ഇത്രയും വിവാദങ്ങൾ ആയി. എങ്കിലും
പ്രതികരിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഈ ഒരു കാര്യത്തിൽ പബ്ലിക്കായിട്ട് ഒരു പ്രതികരണം നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് തലത്തിലൊക്കെ അന്വേഷണം നടക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ ഒരു നാക്കുപിഴ സംഭവിച്ചാലും അതിൽ നമ്മൾ പിന്നീട് അതിന് ആൻസർ പറയണം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മളെ മേലധികാരികളുടെ അടുത്തൊക്കെ ചോദിച്ചു. ഒരുപാട് മാധ്യമങ്ങൾ എന്നെ ഇതിനു വേണ്ടി സമീപിച്ചു. അപ്പോഴേ ഞാൻ പറഞ്ഞത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ അന്വേഷണം നടക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഇതിനെനിക്കൊരു അഭിപ്രായം പറയുന്നില്ല. ഞാൻ ആവശ്യമുള്ളത് അവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അല്ലാതെ മാധ്യമങ്ങളുടെ മുന്നിൽ പറയാൻ അഭിപ്രായം ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല. പറയാനുള്ള കാര്യങ്ങൾ ഈ നമ്മളെ ചട്ടക്കൂടിൽ നിന്നുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് നമ്മുടെ കോർപ്പറേഷന് അത് അവമതിപ്പ് ഉണ്ടാക്കുന്ന ഒരു വിഷയമായതുകൊണ്ട്, വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഇഷ്യൂ ആയി ഇപ്പോൾ നടക്കുന്നത് കൊണ്ടുമാണ് പറഞ്ഞത്. പ്രതികരിക്കാൻ വേറെ ആരും മേലധികാരും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതികരിക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ ഉയർന്ന ഉദ്യോഗസ്ഥർ പറഞ്ഞ് നമ്മൾ ഇങ്ങനെ പ്രതികരിച്ചാൽ നമ്മളെ ജോലിക്ക് പിന്നീട് അത് ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ദിവസമായിട്ടും ഇതിന് ഞാൻ ഒരു അഭിപ്രായം പറയാത്തത്. മെമ്മറി കാർഡ് ബസ്സിൽ നിന്ന് കാണാതായ സംഭവത്തിൽ തനിക്ക് യാതൊരു പങ്കുമില്ലെന്നും ഫോറൻസിക് വിഭാഗത്തിന്റെ അന്വേഷണ ഫലം താനും ഓരോ മലയാളിയെയും പോലെ കാത്തിരിക്കുകയാണെന്നും സുബിൻ VP ടാക്സിനോട് പറഞ്ഞു. മെമ്മറി കാർഡിന്റെ വിഷയത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ക്ലൗഡിലാണ് അതിന്റെ റെക്കോർഡ് കാണുമെന്നാണ് ഞാൻ ഈ ന്യൂസ് കേൾക്കുന്നവരെ വിചാരിച്ച കാര്യം. ക്ലൗഡിലാണ് അതിന്റെ റെക്കോർഡിംഗ് എന്നും സൂക്ഷിക്കുന്നതെന്നും ചീഫ് ഓഫീസിലാണ് അതിന്റെ മോണിറ്ററിങ് നടക്കുന്നതെന്നാണ് എൻ്റെ ധാരണ. അതായിരുന്നു. അതായത് ഫോറൻസിക്കുകാരെ അന്വേഷിച്ചിട്ട് അതിന്റെ റിസൾട്ടിന് വേണ്ടി ഞാനും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാര്യം മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഫോറൻസിക് അന്വേഷിക്കുന്നുണ്ട്. അതിലുണ്ടോ എന്നോ ഇല്ല എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഫോറൻസിക്കുകാർ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ റിസൾട്ടിന് വേണ്ടി ഞാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, നിങ്ങളെപ്പോലെ. സംഭവമുണ്ടായ സമയത്ത് താൻ റഹീം MP വിളിച്ചത് സത്യം തന്നെയാണെന്നും അതിൽ രാഷ്ട്രീയവും വിവാദവും കാണേണ്ട യാതൊരു ആവശ്യമില്ലെന്നും ഒരു ജനപ്രതിനിധി എന്ന നിലയിലാണ് അദ്ദേഹത്തെ താൻ വിളിച്ചതെന്നും അക്കാര്യം അദ്ദേഹം പരസ്യമായി പ്രസ് മീറ്റ് നടത്തി പറഞ്ഞതല്ലേ എന്നുമാണ് സുബിൻ ചോദിക്കുന്നത്. പിന്നെ ഒരു വിഷയം പറയാനുള്ളത് MP റഹീമിനെ വിളിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻസിഡന്റ് നടന്നു. അപ്പം പെട്ടെന്ന് എനിക്ക് മനസ്സിൽ നമ്മുടെ ജനപ്രതിനിധി എന്ന നിലയ്ക്ക് എൻ്റെ മനസ്സിൽ ഓടി വന്ന് അറിയാവുന്ന ഒരാളെന്ന നിലയ്ക്ക് ഞാൻ വിളിച്ചു. അത് അദ്ദേഹം തന്നെ സമ്മതിച്ച ഒരു കാര്യമാണ്. ഇതിന് പ്രത്യേകിച്ച് വിവാദത്തിൻ്റെ കാര്യമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പ്രസ് മീറ്റ് വിളിച്ച് തന്നെ നിങ്ങളുടെ ആ കാര്യം പറഞ്ഞതാണ്. പിന്നെ അതിൽ വിവാദത്തിൻ്റെ ആവശ്യം അതിലില്ല. ഈ കണ്ടക്ടറുടെ നാട്ടുകാരനാണ്, അതല്ല ഞാൻ പറഞ്ഞത്. ആദ്യത്തെ ഇൻസ്റ്റൻസ് തന്നെ ബന്ധപ്പെട്ട ഒരാളെ ഞാനെന്ന് പറഞ്ഞതല്ലേ. എന്നെ അർദ്ധരാത്രിയിൽ കണ്ടക്ടർ വിളിക്കുന്നുണ്ട്, ഇങ്ങനൊരു സംഭവം ഉണ്ടായതായി എന്നെ അറിയിക്കുന്നത് എങ്ങനെയാണ്? ഇത് ഇയാളും പോസ്റ്റായി ഇവിടെ നിൽക്കുകയാണല്ലോ. ഈ വണ്ടി പിടിച്ചിട്ടു ഇയാൾക്ക് പോകാൻ പറ്റുന്നില്ല, ഇയാൾക്ക് പുലർച്ചെ ഒരു യാത്രയുണ്ട്, ഇങ്ങനൊരു സംഭവം ഉണ്ടായി. ഈ ഡ്രൈവറെ ആണെങ്കിൽ പിടിച്ച് പോലീസ് സ്റ്റേഷനിലും കൊണ്ടുപോയി. അപ്പോൾ അതിനുശേഷമാണ് അതെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് തന്നെ സച്ചിൻ്റെ ഫോണിലേക്ക് വിളിച്ചു. എന്താ സംഭവം, രാത്രി എന്താ ഉണ്ടായത്? അപ്പോഴാണ് ആര്യയുടെ കയ്യിൽ ഫോൺ കൊടുക്കുകയും ആര്യ എന്നോട് ഇത് പറയുകയും ചെയ്യുന്നത്. അങ്ങേറ്റത്തെ മെൻ്റൽ ട്രോമയിലായിരുന്നു ആ കുട്ടി, അങ്ങേറ്റത്തെ മെൻ്റൽ ട്രോമ എന്നോട് പറയുന്നുണ്ടത്. ഇപ്പോഴത്തെ വിവാദ സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പബ്ലിസിറ്റി നേടാനോ താൻ ജോലി ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനമായ KSRTCക്ക് കളങ്കമുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മീഡിയയിൽ ശ്രദ്ധേയനാകാനോ താല്പര്യമില്ലെന്നും പകരം ഇപ്പോൾ നടക്കുന്ന സുതാര്യമായ അന്വേഷണങ്ങളോട് എല്ലാവിധത്തിലും ഒരു ജീവനക്കാരനെന്ന നിലയിൽ പരിപൂർണമായി സഹകരിക്കുമെന്നും സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരികയും ആർക്കാണോ നീതി ലഭിക്കേണ്ടത് അവർക്ക് നീതി കിട്ടണമെന്ന് തന്നെയാണ് തന്റെ ആഗ്രഹമെന്നും പ്രധാന സാക്ഷി കൂടിയായ സുബിൻ വ്യക്തമാക്കുന്നു. ഇത്രയും വിഷയങ്ങൾ നിങ്ങളുടെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അന്വേഷണം നടക്കട്ടെ, സുതാര്യമായ അന്വേഷണം നടക്കട്ടെ. അപ്പോൾ ആർക്കാണോ നീതി കിട്ടേണ്ടത് നീതി കിട്ടട്ടെ അവർക്ക്. എൻ്റെ ഭാഗത്തുനിന്ന് പൂർണ്ണമായ സഹകരണം അന്വേഷണത്തിൽ ഉണ്ടാവും. സുബിന്റെ വെളിപ്പെടുത്തലോടെ ബസ് കണ്ടക്ടർ ഒളിവിലാണെന്ന വാദവും കണ്ടക്ടർ ഡ്രൈവർ യദുവിനെതിരായി മൊഴി നൽകിയെന്ന പ്രചാരണത്തിനുമാണ് തിരിച്ചടിയായിരിക്കുന്നത്. ഇരുഭാഗത്തും അനുരഞ്ജന സാധ്യതകളുണ്ടായിരുന്ന ഒരു തർക്ക വിഷയം പരമോന്നത നീതിപീഠം വരെ എത്തിക്കുന്ന വിചിത്ര വിവാദങ്ങൾക്കാണ് ഇപ്പോൾ സമൂഹം സാക്ഷ്യം വഹിക്കുന്നത്. അതിനിടെ മെമ്മറി കാർഡ് നഷ്ടമായ വിഷയത്തിൽ ശക്തമായ അന്വേഷണവും നടപടിയും ഉണ്ടാകുമെന്ന് മന്ത്രിയും വെളിപ്പെടുത്തിയതോടെ അന്വേഷണം കൂടുതൽ ഊർജിതമായി നടക്കുകയാണ്. ഡ്രൈവർ യദുവിന്റെ ഭാഗത്ത് നിന്ന്
ഒരു സിനിമാ താരത്തിനുണ്ടായ തിക്താനുഭവവും ഇതോടൊപ്പം വിവാദമായതോടെ കേസിന്റെ നാൾ വഴികൾ വീണ്ടും നീളുമെന്നുറപ്പ്. നന്ദിയോടെ.